ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാരെഴുതിയ ചരിത്ര രേഖകളിൽ അവരെഴുതി വെച്ചു, നാം ലക്ഷ്യമാക്കി വന്ന ലക്ഷ്യം സാധ്യമായിരിക്കുന്നു. സഖത്തൽ ഇസ്ലാം വഹലക്കൽ മുസ്ലിമൂൻ. ഇസ്ലാം തീർന്നു, മുസ്ലിമീങ്ങളുടെ കാര്യം കഴിഞ്ഞു. ഇനി ഇസ്ലാമിന്റെ ശബ്ദം ഇവിടെ കേൾക്കില്ല. ഒരു ശിആറും ബാക്കിയില്ലാത്ത രൂപത്തിൽ മുഴുവനും ഞങ്ങൾ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ ശബ്ദം ഒരിടത്തുമില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഹുലാക്കു ഖാന്റെ സംഘം മടങ്ങിപ്പോവുക തിരിച്ച് മംഗോളിയയിലേക്ക്. ഹുലാക്കു ഖാന്റെ സിട്ടാവാരാണ്, ചെങ്കിസ് ഖാന്റെ സിട്ടാവാരാണ്, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സിട്ടാവാരാണ്. ഈ ഉവൈസമാനിയുടെയും ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും സിട്ടാവാരാണ്. ആ സിട്ടാവിന്റെ മതമാണ് വിശുദ്ധ ദീൻ. ആ ദീനിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് റഹ്മാനായ റബ്ബുൽ ആലമീനായ പടച്ചറബാണ്. ആ റബ്ബുൽ ആലമീന്റെ ഒരു വചനമുണ്ട്, വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിർ. ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്ര വലിയ ശപഥം ചെയ്തുകൊണ്ട് ആണിയടിച്ചാലും ഇത് പൂർത്തീകരിക്കുക എന്ന ശപഥം, ഇത് പൂർത്തീകരിക്കുക എന്ന തീരുമാനം നാമാണ് ഏറ്റെടുത്തത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി, ഈ പ്രകാശത്തിനെ ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ അധികാരത്തിനെ ചോദ്യം ചെയ്യാൻ ബനൂ ഇസ്രായേൽ ഒരു കുട്ടി വരും. ആ കുട്ടി ഇന്ന വർഷത്തിൽ ജനിക്കുന്ന കുട്ടി, ആ കുട്ടി എന്റെ അധികാരത്തിന്റെ ചോദ്യമാകും. പടച്ചറബിന്റെ കഥ എന്തായിരുന്നു? അതേ ഫിർഔനിന്റെ ചെലവിൽ, ഫിർഔനിന്റെ കണ്ണിന്റെ മുമ്പിൽ, ഫിർഔനിന്റെ കൈവെള്ളയിൽ താലോലിച്ച് വളർത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഫിർഔൻ പറഞ്ഞു, ഇതാണ് ഞാൻ ആക്കേണ്ട ബനൂ ഇസ്രായേൽ, ഇസ്രായേലിന്റെ കുട്ടിയാണ്, ഈ കുട്ടിയാണ് എന്റെ അധികാരം തകർക്കുമെന്ന് പറഞ്ഞത്. പറയപ്പെട്ടു, ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. കാലം ഒരുപാട് പിന്നിട്ടപ്പോൾ അന്ന് ഫിർഔൻ പറയാ, ഞാൻ അന്നേ കരുതി ഇവനാണ് കുഴപ്പക്കാരൻ, എല്ലാം കയ്യിലുണ്ട്. പക്ഷെ ആ കയ്യിലുള്ളവന്റെ കൈവെള്ളയിലായിട്ട് ലോകത്ത് ഫിർഔനിന്റെ ഏറ്റവും വലിയ എതിരാളിയായ ഫിർഔനിന്റെ അധികാരത്തിന് നിഷ്പ്രഭമാക്കിയ മൂസാ നബിയെ വളർത്തിക്കൊണ്ടുവന്ന പടച്ചറബ് ഇതേ ചെങ്കിസ് ഖാൻ 700 ചില്ലുവാനം പള്ളികൾ തകർത്ത് തരിപ്പണമാക്കിയ, ലോകത്തെ ഹദീസിന്റെ വിജ്ഞാനം ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി ബാക്കിയാക്കിയ ഇമാമുൽ ബുഖാരിയുടെ ബുഖാറ തകർത്ത് തരിപ്പണമാക്കി നിശേഷമില്ലാതാക്കിയ, അടയാളം പോലും ബാക്കിയില്ലാതെയാക്കിയ ബുഖാറ. സമർക്കന്ത്, ഭാരതന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന നാടുകളിൽ ഒരർത്ഥത്തിലും ഒന്നും ബാക്കിയില്ലാത്ത രൂപത്തിൽ നിഷ്കാസനം ചെയ്തു പോയെങ്കിൽ അതേ ചെങ്കിസ് ഖാന്റെ രക്തത്തിൽ പിറന്ന ഹുലാക്കു ഖാന്റെ മകൻ സുൽത്താൻ ഖാസാൻ അടുത്ത അധികാരിയായി വരികയാണ്. സുൽത്താൻ ഖാസാൻ പരിശുദ്ധ ദീനിന്റെ അനുയായിയായി മാറുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹ്. വിശുദ്ധ ദീനിന്റെ, ഈമാനിന്റെ, ഹിദായത്തിന്റെ, പ്രകാശത്തിന്റെ മൂല്യം മനസ്സിലാക്കി അത് കൊണ്ടു നടക്കാൻ താല്പര്യമില്ലാത്തൊരു ജനത ലോകത്ത് സംജാതമായാൽ അറിയണേ, അവരറിയണേ, അവരറിയണേ, അവരെ ചെവിക്ക് പിടിച്ച് പടച്ചറബ് പുറത്തേക്കാക്കും. എന്നിട്ട് പടച്ചറബിന്റെ വചനം മറ്റൊരു യോഗ്യരായ സമൂഹത്തിനെ അല്ലാഹു കൊണ്ടുവരും.